ഹലോ ചങ്ങന്മാരെ ചങ്ങാഴ്ച എല്ലാവർക്കും നിരു ജേർണലിസ്റ്റിലെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ തൊട്ടടുത്ത ജില്ലയായ കാലിക്കറ്റ് ഒന്ന് ചുറ്റാനാണ് പോകുന്നത്. നമ്മളുടെ അപ്പോൾ ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഹൈലൈറ്റ് മാളിലെ സ്നോ ഫാൻറ്റസിയിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് കോട്ടിട്ട് ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ട് ഉള്ളിൽ കയറിട്ടോ. ഇത് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ, തപ്പൊക്കെ ഉണ്ട് കേട്ടോ. മക്കളെ ഞാൻ വന്ന് 5 ഡിഗ്രി തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. കോട്ടിട്ടിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. വെറുതെ കാശ് ചിലവാക്കിയാണ്ട് കാശ്മീരിക്കും മണാലിക്കൊന്നും പോകണ്ട. മഞ്ഞാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോന്നാൽ മതി. സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ബസ്സിലൊക്കെ ഞാൻ കയറി. ഞാൻ ഇകളുടെ ഇതിൽ കയറിട്ടോ. ക്ലൗഡും ട്രീയും ലേസും ഒക്കെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതാ നിജു കാക്കു വരണേ. ഞാനും വെച്ച് വരുന്നുണ്ടോ. ഇത് നല്ല രസമുള്ള റൈഡായിരുന്നു. ഇതിലിങ്ങനെ പോകുമ്പോൾ മുഖത്തേക്ക് ഐസ് ഇങ്ങനെ തെറിക്കും. ജന്നുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വറക്കാൻ തുടങ്ങി. അപ്പോൾ ജന്നും വെച്ച് വേഗം ഇറങ്ങി. ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത്. ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പ്ലാനറ്റോറിയത്തേക്ക് കയറാനുള്ള ടൈമായിരുന്നു 3 മണിക്ക്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 3 മണിയായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പ്ലാനറ്റോറിയം അഥവാ നക്ഷത്ര ബംഗ്ലാവ്. ഈ കാണുന്നതാണ് 2008 വിക്ഷേപിച്ച VSLന്റെ മോഡൽ. സ്റ്റുഡൻസ് എല്ലാവരും നിർബന്ധമായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്ലാനറ്റോറിയം. പഠനവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. കാഴ്ചകൾക്ക് പുറമെ ഇവിടെ പ്ലാനറ്റ് ഷോയും 3D ഷോയും ഉണ്ട്. ദിവസത്തിൽ 4 തവണയാണ് ആ ഷോകളുള്ളത്. പ്ലാനറ്റ് ഷോ 12 PM, 2 PM, 4 PM, 6 PM എന്നീ സമയങ്ങളിലും 3D ഷോ 11 AM-നും 1, 3, 5 PM-നുമാണുള്ളത്. സയൻസ് ലാബുകളെ വിവിധ കാറ്റഗറിയായിട്ടും വിവിധ റൂമുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും.
ഇത് സോളാർ സിസ്റ്റത്തിന്റെ ഒരു മോഡലാണ്. ഇതാണ് ഗ്രാവിറ്റി വെൽ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് 3D ഷോൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ പോയി 3D ഷോ കണ്ടു. ജുറാസിക് പാർക്ക് ആയിരുന്നു 3D ഷോ. ഇവിടെ ഒരു ഫുട് മാർക്ക് ഉണ്ട്. അവിടെ കയറി നിന്ന ഓരോ ഗ്രഹത്തിൽ നമ്മളെ വെയിറ്റ് അറിയാൻ കഴിയും. ഇതാണ് മിറർ ഹൗസ് അഥവാ കണ്ണാടികളുടെ വിസ്മയ ലോകം. ഇവിടെ കയറിയപ്പോ എനിക്ക് പേടിയായിട്ട് ഗൈസ്. വിസ്മയ കാഴ്ചകൾ കണ്ട് വണ്ടാറടിച്ച് നിൽക്കവേ നമുക്ക് പ്ലാനറ്റോറിയം ഷോക്കുള്ള സമയമായി. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നക്ഷത്ര കൂട്ടങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളെയും കുറിച്ച് നല്ലവണ്ണം വ്യക്തമായി തന്നെ പ്ലാനറ്റോറിയം ഷോയിൽ പറയുന്നുണ്ടായിരുന്നു. പ്ലാനറ്റോറിയം ഷോ കഴിഞ്ഞ് അതിന് പുറത്തുള്ള ഓഷ്യൻ എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ കയറിയതിന് ശേഷം പ്ലാനറ്റോറിയത്തിന് പുറത്ത് തന്നെ കുറേ ചിൽഡ്രൻസ് പാർക്കും പിന്നെ അനിമൽസിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ഞാൻ വീട്ടിൽ നിന്ന് പട്ടൊക്കെ പറത്തി അടിപൊളിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.